ഇന്നത്തെ നമ്മുടെ ഡ്രിങ്കിന്റെ പേരാണ് വെർജിൻ മേരി. വെർജിൻ മേരി, യെസ്. വെൽക്കം ബാക്ക് ഗൈസ്, വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. നോട്ട് ദ പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്കിന്റെ പേരാണ് വെർജിൻ മേരി. അപ്പം സൈശേടാ, എന്താണ് വെർജിൻ മേരി? വെർജിൻ മേരി ഇതൊരു സീക്രട്ട് ആണ്. എനിവേ നമുക്ക് കാണാതെ. ഓക്കെ, നമുക്ക് ടൊമാറ്റോ ജ്യൂസ് ആണ് ബേസിക്കലി. അതുപോലെ തന്നെ സോൾട്ട്, പെപ്പർ. അപ്പം അത് സ്വീറ്റ് ഒന്നും ഉള്ള ഒരു ഡ്രിങ്ക് അല്ല ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊരു ക്ലാസ്സിയാണ്. അപ്പം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ടൊമാറ്റോ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കും. എനിക്കിഷ്ടമാണ് ടൊമാറ്റോ ജ്യൂസ്. ഓക്കെ, മേടിച്ച് അതാണ് പറഞ്ഞത്. ഒത്തിരി ആളുകൾ, കുറച്ച് ആളുകൾക്കാണ് ടൊമാറ്റോ ഇഷ്ടമുള്ളൂ. പക്ഷെ നമുക്ക് ഇപ്പം എല്ലാ മിക്കവാറും എല്ലാം ജ്യൂസ്, ഓറഞ്ച്, പൈനാപ്പിൾ, ടൊമാറ്റോ എന്ന് പറഞ്ഞ ഇതാണ്. പക്ഷെ ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ചുണ്ടാക്കുന്ന ഡ്രിങ്ക്സ് വളരെ റയറാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് അതിൻ്റെ ഒരു ക്ലാസ്സി ആയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് ഐസ്. അപ്പം നമ്മൾ മുന്നൊരു എപ്പിസോഡിൽ ബ്ലഡി മേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ ഒരു മോക്ടെയിൽ വേർഷൻ ആണ്. തീർച്ചയായിട്ടും. പിന്നെ അതൊരു ക്ലാസിക് ആണ്. അതുപോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് വെർജിൻ മേരി. ഇത് നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ആദ്യം അല്പം ഐസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു 90 ml ടൊമാറ്റോ ജ്യൂസ് ഒഴിക്കുക. അതുപോലെ തന്നെ ഒരു ലൈം സ്ക്യൂസ് ചെയ്യുക. ഇതൊരു സ്പെഷ്യൽ സ്പൈസ് ആണ്. ഇത് മെക്സിക്കൻ യൂസ് ചെയ്യുന്ന ഒരു സ്പൈസി ആണ്. ഒരു സ്ട്രോങ് ഫ്ലേവർ ആണിത്, സ്പൈസി. അപ്പോൾ ഇതൊരു 2 or 3 ഡ്രോപ്പ് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്പം സോൾട്ട്, ഒന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുക, സെർവ് ചെയ്യുക. വളരെ സിമ്പിൾ ആണിത്. അപ്പോൾ നമുക്ക് ഇപ്പം ടൊമാറ്റോ ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ വെച്ച് ഈസിയായിട്ട് ഉണ്ടാകാം നമുക്ക്. പിന്നെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ഗാർണിഷ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പല സംഭവങ്ങളുണ്ട്. ലൈമുണ്ട്, അതുപോലെ തന്നെ ഇപ്പം വേണമെങ്കിൽ സാലഡ് നമുക്ക് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പം ക്യാരറ്റ് ആണെങ്കിൽ നമുക്ക് അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കഴിക്കേണ്ടവർക്കാണെങ്കിൽ ഇളക്കി കഴിച്ച് നമുക്ക് ആ ക്യാരറ്റ് നമുക്ക് കഴിക്കാം. അതുകൊണ്ട് അതൊരു വേറെ ഈ എക്സ്പീരിയൻസ് ആണ്. ഡ്രിങ്കിനെ ഞാൻ ശ്രദ്ധിച്ചതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വലിയൊരു ഗാർണിഷ് ആണ് ഇത് ഇടുന്നത്. നമുക്ക് ഹെൽത്തി ആയിട്ട് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഗാർണിഷ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്നൊരു സോൾട്ട് ഡ്രിംഡ് ഗ്ലാസ് ആണിത്. ഇപ്പം നമുക്കിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ചെറിയൊരു പരന്ന പാത്രത്തേക്ക് അല്പം സോൾട്ട് ഇട്ടിട്ട് അവിടെ ഇത് ചെയ്താൽ മതി. അത് നമുക്കൊരു നമുക്കൊരു ലൈമ് ഒരു ഗാർണിഷ് ആയിട്ട് എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമുക്കൊരു ക്യാരറ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് വെക്കാം നമുക്ക്. നമുക്ക് വെർജിൻ റെഡി. അതുപോലെ നമുക്ക് അല്പം പെപ്പർ, ഇത് നമുക്ക് കൂടുതൽ അല്പം ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇത് ഫ്രഷ്
പെപ്പർ നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരല്പം പെപ്പർ കൂടി ഇട്ടേക്കാം. സ്പൈസി. അതെ. അപ്പൊ ഡ്രിങ്ക്സ് റെഡിയാണ്. അപ്പം വെർജിൻ മേരി റെഡിയായി. വെർജിൻ മേരി വെർജിൻ മേരി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് പറയാൻ സാധിച്ചേരാ. താങ്ക് യു. വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിർ ചെയ്ത് കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പം ഇത് നമ്മൾ മുന്നുണ്ടാക്കിയ മോക്ടെയിലുകൾ പോലെ ഒരു ടേസ്റ്റ്, ഒരു സ്വീറ്റ് ടേസ്റ്റ് അല്ല ഈ വെർജിൻ മേരിക്ക് വരുന്നത്. ഇതിനൊരു ക്ലാസിക് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം ഇത് നിങ്ങൾ ടൊമാറ്റോ ജ്യൂസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് ടൊമാറ്റോ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുപോലെ ഞാൻ മേടിച്ച് കുടിക്കാറുണ്ട്. ടൊമാറ്റോ ജ്യൂസ് ഹെൽത്തിയാണ്. അപ്പം പിന്നെ അപ്പം ടൊമാറ്റോ ജ്യൂസിൽ നമ്മൾ മറ്റുള്ള ജ്യൂസ് കഴിക്കുന്ന പോലെ സ്വീറ്റ് ഒത്തിരി ഷുഗേഴ്സ് ഇല്ലല്ലോ. അപ്പം അതുപോലെ അപ്പം ഞാൻ കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കുന്ന ആളായതുകൊണ്ട് അപ്പം എനിക്ക് ഇഷ്ടം. അപ്പം അതുപോലെ ഒരു ഹോട്ട് ആൻഡ് സ്പൈസി ഒരു ക്ലാസിക് ടേസ്റ്റ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ ഹെൽത്തി ക്യാരറ്റിന്റെ ഒരു പീസും കൂടി ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഈ വെർജിൻ മേരിയുടെ ഒരു എസൻസ് ഒക്കെ അതിനകത്ത് ആയിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ, അതും കൂടി ഒന്ന് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. വെർജിൻ മേരി കറക്റ്റ് സൂപ്പറാണ്. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇവിടുത്തെ ഈ വെയിൽസിലെ ഒരു പ്രത്യേകതയും കൂടി പറയാൻ പോവാണ്. ഇവിടെ നമ്മളുടെ ഇവിടെ നിന്ന് ഈ കാർഡിഫിൽ നിന്ന് 1 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രക്കൻസ് നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാഷണൽ പാർക്കുണ്ട്. അപ്പം അവിടുത്തെ ഒരു പ്രത്യേകതയാണ് കോൾ ഇട്ടുണ്ടാക്കുന്ന ഒരു മൗണ്ടൻ റെയിൽവേ. അപ്പം കോൾ വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രെയിൻ ആണ് അതിനകത്ത്. അപ്പം നമുക്ക് പഴയ കാലത്ത് ഇവിടുത്തെ ട്രെയിൻസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്, അപ്പൊ ഇപ്പൊ നാട്ടിലെല്ലാം ഇലക്ട്രിക് ട്രെയിൻ ആയി. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വെയിൽസ് സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ബ്രക്കൻസിലെ മൗണ്ടൻ റെയിൽവേ. ഞാൻ ഇതിനകത്ത് ഫോട്ടോ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കാണുകയും ചെയ്യാം. ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വിശേഷത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വെർജിൻ മേരി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പ്ലീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.